നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ആലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത് സ്കൂളിൽ വിതരണം ചെയ്ത പാലിൽ നിന്നെന്ന് നിഗമനം. ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. ആംബുലൻസിന് വഴി നൽകാതെ കാർ. കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിനാണ് ദുരനുഭവം ഉണ്ടായത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജന നടപടി രാഷ്ട്രീയ ചർച്ചയാകുന്നു. പുതിയ വിഭജനം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമുണ്ടാക്കിയേക്കും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ AKPA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. സാഹിത്യകാരൻ അംബികാസുധൻ മങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ KBEF BEFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പണിമുടക്കി. കാസർഗോഡ് CPCക്ക് മുന്നിൽ പ്രകടനവും നടത്തി. കാസർഗോഡ് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവ ഒരുക്കം. ഹരിതമേളയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ആലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത് സ്കൂളിൽ വിതരണം ചെയ്ത പാലിൽ നിന്നാണെന്ന് പ്രാഥമിക നിഗമനം. രാവിലെ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെ പാചകപ്പുരയിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. നിലവിൽ സ്കൂളിലെ പാൽ വിതരണം നിർത്തിവെച്ചിട്ടുണ്ട്. സ്കൂളിലെ LP UP വിഭാഗത്തിലെ 35 കുട്ടികളാണ് ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ഇന്നലെ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയത്. കാസർഗോഡ് ആലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. സ്കൂളിൽ നിന്നും നൽകിയ പാലും മുട്ടയും കഴിച്ച LP UP വിദ്യാർത്ഥികൾക്കാണ് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത്. ഇതിൽ പാലിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ വൈകിട്ട് 3:15 പാൽ വിതരണം നടത്തിയത്. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. കുട്ടികളിൽ പലരും സ്കൂളിൽ വെച്ച് തന്നെ പാൽ കുടിച്ചിരുന്നു. ചില വിദ്യാർത്ഥികൾ പാൽ വീട്ടിലേക്ക് കൊണ്ടുപോയി. വൈകുന്നേരമായപ്പോഴാണ് കുട്ടികളിൽ പലർക്കും ഛർദിയും വയറുവേദനയും തലകറക്കവും രൂക്ഷമായത്. തുടർന്ന് 35 വിദ്യാർത്ഥികളെ കാസർഗോഡ് ജനറൽ ആശുപത്രി, ചെങ്കള നായനാർ സഹകരണ ആശുപത്രി, വിദ്യാനഗറിലെ ചൈത്ര ആശുപത്രി എന്നിവിടങ്ങളിലായി എത്തിക്കുകയായിരുന്നു. 8 കുട്ടികൾ സ്ഥിരതയുള്ളതിനാൽ അവരെ വീട്ടിലേക്ക് അയച്ചു. ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും നിരീക്ഷണ വാർഡുകളിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ആരുടെയും നില ഗുരുതരമല്ല. ഭക്ഷ്യവിഷബാധയുടെ കൃത്യമായ കാരണം സ്ഥിരീകരിക്കുന്നതിനായി സ്കൂളിൽ നിന്നുള്ള പാലിൻ്റെയും മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെയും സാമ്പിളുകൾ ലബോറട്ടറി വിശകലനത്തിനായി ശേഖരിച്ചിട്ടുണ്ട്. പ്രതിരോധ നടപടിയുടെ ഭാഗമായി സ്കൂളിൽ നിന്നുള്ള പാൽ വിതരണവും നിർത്തിവെച്ചിട്ടുണ്ട്. കൂടാതെ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലെ പാചകപ്പുരയിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം നാട്ടുകാരിൽ ശക്തമായ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. പാചകപ്പുരയിലെ ശുചിത്വമില്ലായ്മയെക്കുറിച്ച് വലിയ ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആംബുലൻസിന് വഴി നൽകാതെ കാർ. കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിനെയാണ് ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാതെ കാർ വഴിമുടക്കിയത്. കിലോമീറ്ററുകളോളം യാത്ര തടസ്സപ്പെട്ടതോടെ ആശുപത്രിയിലേക്ക് രോഗിയുമായി എത്തുവാൻ ആംബുലൻസ് വൈകി. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ RTOയ്ക്ക് പരാതി നൽകി. കാസർഗോഡ് കേർവൽ ആശുപത്രിയിൽ നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് അത്യാസന്ന നിലയിലായ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസിനാണ് ദുരനുഭവമുണ്ടായത്. ആംബുലൻസിന് സൈഡ് കൊടുക്കാതെ കാർ യാത്രികൻ കിലോമീറ്ററുകളോളമാണ് യാത്ര തടസ്സപ്പെടുത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. KL 48 K 98 88 നമ്പർ ഹ്യുണ്ടായി കാറാണ് ആംബുലൻസിൻ്റെ വഴിമുടക്കിയത്.
ബേക്കൽ മുതൽ കാഞ്ഞങ്ങാട് ടൗൺ പിന്നിടുന്നതുവരെ കാർ സൈഡ് നൽകാതെ യാത്ര ചെയ്യുന്നത് ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇതിനിടയിൽ മടിയനിലും കാഞ്ഞങ്ങാട്ടുമായി മറ്റ് വാഹനങ്ങളിൽ കാർ ഇടിച്ചതായും ആംബുലൻസ് ഡ്രൈവർ ഡെയ്സൺ ഡിസൂസ പറയുന്നു. ഇന്നലെ 7:50 ഈ സംഭവം നടന്നത്. ബേക്കൽ നിന്ന് കാഞ്ഞങ്ങാട് വരെയാണ് അപകട രീതിയിൽ വണ്ടി ഒരുക്കുകയും വണ്ടി മുന്നോട്ട് പോകാൻ സമ്മതിക്കാണ്ട് എത്ര ഓർഡർ അടിച്ചിട്ടും മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല. അതിനിടയിൽ 2 വണ്ടിക്കാരെ ഇടിക്കുകയും നിർത്താണ്ടുകയും ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ ആൾക്കാർ കൊണ്ട്. നമ്മളെ ജീവൻ പണയം വെച്ചിട്ട് പോകുമ്പോൾ അതിനിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. സ്ട്രോക്ക് പേഷ്യൻ്റാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് വൈകി കാണും. കാർ വഴിമുടക്കിയതിനെ തുടർന്ന് 20 മിനിറ്റോളം വൈകിയാണ് ആംബുലൻസിന് രോഗിയുമായി ആശുപത്രിയിലെത്തുവാനായത്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് 6 മാസം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. കൊടുവള്ളി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ എന്ന് RTO നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് RTO അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജന നടപടി രാഷ്ട്രീയ ചർച്ചയാകുന്നു. നേരത്തെയുണ്ടായ 21 വാർഡുകളോടൊപ്പം 3 വാർഡുകൾ കൂടി ചേർത്താണ് പുതിയ ഡിവിഷനാക്കിയത്. പുതിയ വിഭജനം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയാണുള്ളത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം മഞ്ചേശ്വരത്ത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന 21 വാർഡുകളോടൊപ്പം 3 പുതിയ വാർഡുകൾ കൂടി ചേർത്താണ് പുതിയ ഡിവിഷൻ രൂപീകരിച്ചത്. ഇത് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ വാർഡുകളുടെ എണ്ണം 21 നിന്നും 24 ഉയർത്തിയത് ഗുണകരമായും ദോഷകരമായും ചിലർ കാണുന്നു. ഉദ്യാവര സൗത്ത്, ഉദ്യാവര നോർത്ത്, ഉദ്യാവര മാട എന്നീ പേരുകളിലാണ് 3 വാർഡുകൾ കൂടി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വാർഡ് വിഭജനം ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ നേട്ടമുണ്ടാക്കുമെങ്കിലും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടുകൾ ഭിന്നിപ്പിച്ചേക്കുമെന്ന രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. വാർഡ് വിഭജനം ചെയ്തിട്ട് ഇപ്പോൾ ഈ നമ്മളെ ചൗക്കി പ്രദേശത്തിൻ്റെ സമയത്തോളം ചൗക്കി എന്നൊരു നല്ലൊരു പ്രദേശമാണ്. ചൗക്കിയിൽ എല്ലാ വിഭാഗത്തിൻ്റെയും എല്ലാ പ്രദേശത്തിനും ഒന്നിച്ചിട്ട് കൂടുന്നൊരു നാടാണ് ചൗക്കി എന്ന് പറയുന്നത്. അപ്പോൾ അറിയപ്പെട്ട ബഡാജ് ചൗക്കി എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ചൗക്കി നമ്മളെ വാർഡിൽ നിന്ന് തന്നെ മാറിപ്പോയി എന്നുള്ളൊരു വിഷമമായ ഒരു ഇതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. കാരണം അല്ലെങ്കിൽ ചൗക്കിക്ക് ഒരു നല്ലൊരു ഇത് വികസനമായിട്ട് ചൗക്കിയിലൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഒരു ലൈറ്റിൻ്റെ ഇതായാലും കുറേ വർഷമായി പറയുന്നത്. എല്ലായിടത്തും ഉണ്ട്. നമ്മളെ ചൗക്കിയിൽ എല്ലാ രാത്രികാലം എന്തെല്ലാം സംഭവം നടക്കുന്നെങ്കിലും ഒരു ഇരുട്ടുള്ള പ്രദേശമായിട്ട് മാറിയിരുന്നു. അതിനൊരു വെളിച്ചമായിട്ട് മാറണമെങ്കിൽ ചൗക്കി നല്ലൊരു പ്രദേശമായിട്ട് മാറണം. വാർഡും എൻ്റെ പ്രകാരം വാർഡ് തന്നെ ചൗക്കി എന്ന് പേരിലേ അറിയപ്പെടണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹവും. എല്ലാവരുടെയും പറയുന്നത് തന്നെ ചൗക്കി എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ഒരു വിഷമകരമായ സന്ദേശമാണ് എല്ലാവർക്കും കിട്ടിയത്. ജനസംഖ്യാ വർധന കണക്കിലെടുത്താണ് പുതിയ വിഭജനം നടത്തിയതെന്നും നടപടിക്രമം പൂർണ്ണമായും നിയമപരമായ രീതിയിലാണ് നടത്തിയിരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുടക്കമില്ലാതെ തുടരുകയാണ്. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ AKPA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 40ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കുമ്പള ഗോപാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഒന്നുകൂടി സുന്ദരന്മാരും സുന്ദരികളുമാക്കി മാറ്റി ഫോട്ടോഷോപ്പിൽ കയറാതെയും അല്ലാതെയും തന്നെ നമുക്കൊന്നുകൂടി ഫിൽറ്ററിട്ടും അല്ലാതെയും ഒക്കെ എന്നെക്കാളൊക്കെ അതിൻ്റെ സാങ്കേതിക തികഞ്ഞവരാണ് നിങ്ങൾ. അപ്പോൾ ഏതൊക്കെ തരത്തിൽ മനുഷ്യരെ സുന്ദരികളും സുന്ദരന്മാരുമാക്കി മാറ്റാൻ പറ്റും, അതെങ്ങനെ കൂടുതൽ ഒന്നുകൂടി സന്തോഷം കൂടുതൽ കൊടുക്കാൻ കഴിയും അല്ലെ? സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ളത് മലയാളത്തിലെ എക്കാലത്തിലെ വിഖ്യാതമായ നോവലിന്റെ പേര് കൂടിയാണ്. അപ്പൊ എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമായിരിക്കണം എന്ന് കരുതുന്നവരാണ് ഫോട്ടോഗ്രാഫേഴ്സ്. AKPA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KC എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി.
ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഫോട്ടോഗ്രാഫർമാരെയും ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും നൽകി. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ശ്രീ മണി ജില്ലാ കമ്മിറ്റിയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സാന്ത്വനം കമ്മിറ്റി ചെയർമാൻ സജീഷ് മണി നിർവഹിച്ചു. റെയ്ഡ് ഫയർ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ ഉണ്ണി കുവോട് നിർവഹിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി കുമ്പള ടൗൺ കേന്ദ്രീകരിച്ച് ഫോട്ടോഗ്രാഫർമാരുടെ ശക്തി പ്രകടനവും നടന്നു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ KBEF BEFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണിമുടക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് നടത്തിയത്. ജീവനക്കാർ കാസർഗോഡ് CPCക്ക് മുന്നിൽ പ്രകടനവും നടത്തി. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, ജീവനക്കാരുടെ കുറവ് അടിയന്തരമായി പരിഹരിച്ച് കേരള ബാങ്കിനെ ഇടപാട് സൗഹൃദമാക്കുക, അടഞ്ഞുകിടക്കുന്ന ATM കൗണ്ടറുകൾ തുറക്കുക, 2022 മാർച്ച് 31 കാലാവധി പൂർത്തിയായ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പെൻഷൻ പദ്ധതി പരിഷ്കരിക്കുക, കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ KBEF BEFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ പണിമുടക്കി. പണിമുടക്കിന്റെ ഭാഗമായി ജീവനക്കാർ കാസർഗോഡ് CPCക്ക് മുന്നിൽ പ്രകടനം നടത്തി. സൂചനാ പണിമുടക്കിന്റെ ഭാഗമായി നടന്ന ധർണാ സമരം ജില്ലാ സെക്രട്ടറി T രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ചെറിയ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുമെന്നും അതുപോലെ തന്നെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കരുത്തേകുമെന്നും കരുതി കേരള ബാങ്കിന് രൂപം കൊടുത്ത് വർഷം 7 കഴിഞ്ഞപ്പോഴും നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനമാക്കിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ തീരുമാനത്തിൻ്റെ ഭാഗമായി മുഖ്യ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2019 കേരള ബാങ്ക് രൂപീകരിച്ചതിന് ശേഷം ഈ മേഖലയിൽ നിന്ന് ഒരുപാട് ജീവനക്കാർ വർഷം പ്രതി വിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ജീവനക്കാർ ഈ മേഖലയിൽ നിന്ന് വിരമിച്ചുപോയി. അതിനുശേഷം കേരള ബാങ്കിൽ നിയമനം ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന ഒരു സാഹചര്യമാണുള്ളത്. ആശാ AK അധ്യക്ഷത വഹിച്ചു. നിശാന്ത് T സ്വാഗതം പറഞ്ഞു. വിജയകൃഷ്ണ M, ഗോപിനാഥൻ M, ബാലഗോപാലൻ KV, കൽപ്പന EK, പ്രകാശൻ V, ലീന BC, പത്മകുമാരി VV, ബീനാകുമാരി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിനായി ഉദിനൂരിൽ നടന്നുവരുന്ന ഒരുക്കങ്ങളിൽ ഹരിതമേളയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുന്നു. കലോത്സവ നഗരിയിലെ മുഴുവൻ വേദികളിലും അനുബന്ധ കാര്യങ്ങൾക്കും ഉപയോഗിക്കുക വിത്ത് പേനകളും തുണിസഞ്ചിയും. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പരിസരങ്ങളിലെയും 12 വേദികളിലായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുക. രജിസ്ട്രേഷൻ നടപടികൾ മുതൽ വിധികർത്താക്കൾ വരെയുള്ളവരുടെ ഉപയോഗത്തിനായാണ് കലോത്സവ നഗരിയിൽ വിത്ത് പേനയും തുണിസഞ്ചിയും. ഓരോ ഇനത്തിൻ്റെയും ഫയലുകളും അനുബന്ധ സാമഗ്രികളും എല്ലാ വേദികളിലും എത്തിക്കുക തുണിസഞ്ചികളിലാണ്. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ് അംഗങ്ങൾ ചേർന്ന് 500 വിത്ത് പേനയാണ് കലോത്സവത്തിൽ ഉപയോഗിക്കാൻ നിർമ്മിച്ചത്. പേനകളുടെ അടപ്പിൽ ഉമ, 90 തുടങ്ങിയ നെൽവിത്തുകൾ വിദ്യാർത്ഥികൾ നിറച്ചു. പേനകളും ഫയലുകളും അനുബന്ധ സാമഗ്രികളും എത്തിക്കുന്നതിനായി തുണിസഞ്ചി നിർമ്മിച്ചെത്തിച്ചത് മുള്ളേരിയയിൽ നിന്നാണ്. AUPS മുള്ളേരിയയിലെ പരിസ്ഥിതി ക്ലബ്ബിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ തയ്ച്ചെടുത്തതാണ് 500 തുണിസഞ്ചികൾ. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തുണിസഞ്ചികളും വിത്ത് പേനകളും കലോത്സവ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ CJ സജിത്ത് ഏറ്റുവാങ്ങി. ഈ നാട്ടിലെ ഓരോ മനുഷ്യനും ഈ നാടിന്റെ ഒരു ഉത്സവം എന്ന രീതിയിലേക്ക് ഉദിനൂർ കലോത്സവത്തെ കണ്ട് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചടങ്ങ് നമ്മുടെ കലോത്സവത്തിന് ആവശ്യമായ പേനകളും സഞ്ചിയും, അത് പേപ്പർ പേനകളും അതുപോലെ തുണിസഞ്ചിയും ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങാണ്. ഈ കലോത്സവം നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പൂർണ്ണമായും ഈ കലോത്സവം നടത്തപ്പെടുന്നത്. സ്കൂൾ പ്രിൻസിപ്പാൾ PV ലീന അധ്യക്ഷത വഹിച്ചു.
പ്രധാനാധ്യാപിക കെ സുബൈദ, ഹരിതമേള കോർഡിനേറ്റർ മനോജ് പിലിക്കോട്, പ്രോഗ്രാം കൺവീനർ കെ വി സത്യൻ, എം സാവിത്രി, പി വി ലത, കെ ശ്രീജ എന്നിവർ സംസാരിച്ചു. ഉറുമി തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർകോട്ട് MDMAയുമായി 2 യുവാക്കൾ പിടിയിൽ. സംശയാസ്പദമായ സാഹചര്യത്തിൽ നിർത്തിയിട്ട ബ്രസ കാറിൽ നിന്നുമാണ് യുവാക്കൾ പിടിയിലായത്. പരിശോധനയിൽ കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്നും 1.24 ഗ്രാം MDMAയാണ് കണ്ടെടുത്തത്. MDMAയുമായി 2 യുവാക്കളെ കാസർഗോഡ് ടൗൺ SI പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. കുഡ്ലു ഇസത്ത് നഗറിലെ കബീർ ടി, മധൂർ ഹിദായത്ത് നഗറിലെ അഹമ്മദ് അനീസ് KB എന്നിവരാണ് പിടിയിലായത്. കുഡ്ലു ഗണേഷ് നഗറിലെ ആളൊഴിഞ്ഞ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുന്നിൽ സംശയാസ്പദമായി നിർത്തിയിട്ട ടെമ്പററി രജിസ്റ്റേർഡായ വെള്ള ബ്രസ കാറിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. ഇവരിൽ നിന്നും 1.24 ഗ്രാം MDMA അടങ്ങിയ പ്ലാസ്റ്റിക് കവർ പിടികൂടി. കാറിന്റെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു MDMA ഉണ്ടായിരുന്നത്. പോലീസ് സംഘം പരിശോധന നടത്തവേ മുൻ സീറ്റിലിരുന്ന പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് 2 പേരെയും സാഹസികമായാണ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വാമി ആനന്ദതീർത്ഥന്റെ 37ാം ചരമവാർഷിക ദിനത്തിൽ കാസർഗോഡ് സാഹിത്യവേദി പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച സ്വാമി ആനന്ദതീർത്ഥൻ ചരിത്രം മറവി പരിപാടി വേറിട്ടതായി. സ്വാമി ആനന്ദതീർത്ഥന്റെ ഓർമ്മകളിരമ്പിയ പരിപാടിയിൽ പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവച്ചു. ബ്രാഹ്മണനായി ജനിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി സന്യാസം സ്വീകരിച്ച് ഐത്തത്തിനെതിരെ ഒറ്റയാൾ വിപ്ലവം നയിച്ച സ്വാമി ആനന്ദതീർത്ഥന്റെ 37ാം ചരമവാർഷിക ദിനത്തിൽ കാസർഗോഡ് സാഹിത്യവേദി പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ സ്വാമി ആനന്ദതീർത്ഥൻ ചരിത്രം മറവി പരിപാടി സംഘടിപ്പിച്ചു. ഐത്തോച്ചാടനത്തിനെതിരായുള്ള സമര ഓർമ്മകൾ ചികഞ്ഞെടുത്തപ്പോൾ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനായ നാരായണൻ പേരിയയുടെ വാക്കുകളിൽ തീ നിറഞ്ഞു. കൊറഗ കുട്ടികളെ സ്കൂളിൽ ചേർക്കുവാനും പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാരന് പൊതുവഴിയിലൂടെ നടക്കുവാനുമുള്ള അവകാശത്തിനു വേണ്ടി കാസർഗോട്ട് അടിയും തൊടിയുമേറ്റ് ജീവിതം സമർപ്പിച്ച സ്വാമി ആനന്ദതീർത്ഥന്റെ ഓർമ്മകൾ പത്രപ്രവർത്തകൻ റഹ്മാൻ തായിലങ്ങാടി വിശദമാക്കി. നാടിയിലെ വെൽഫെയർ ഹോസ്റ്റലിൽ വരുന്നുള്ളത് അവിടെ കിടന്ന് എന്നെ ഏതോ ഒരു കുട്ടി വന്നിട്ട് വിളിച്ച് പിന്നെ റഹ്മാൻ ചാനെ ഒന്ന് പിന്നെ വരാൻ പറഞ്ഞിരിക്കുന്നു, സ്വാമി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് ശരീരത്തിൽ മുഴുവൻ മുറിവാണ്. അദ്ദേഹം ഈ തുകൽ ബാഗ് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ പിന്നെ സ്പിരിറ്റ്, ടിഞ്ചർ ഐഡിന് പരുത്തി, ഇത് മൂന്നും അതിൻ്റെ അകത്തിട്ട് അയാൾ എപ്പോഴും കൊണ്ട് കിടക്കുന്നതാണ്. കാരണം സ്വാമിക്ക് അറിയാമായിരുന്നു എപ്പോഴും എനിക്ക് തല്ലുകൊള്ളുമെന്ന്, എവിടെയെന്നും തല്ല് വരാമെന്ന്, ഞാൻ തല്ലുകൊള്ളുന്ന ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത് എന്നും. മറ്റുള്ളവർ വളരെ സേഫ് ഒരു സോണിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സേഫ് അല്ലാത്ത സോണിൽ കൂടി നിരന്തരമായി സഞ്ചരിച്ചു എന്നുള്ളതാണ് സ്വാമി ആനന്ദതീർത്ഥനെ നമ്മൾ വ്യത്യസ്തനായി കാണുന്ന ഒരു ഘടകം. സ്വാമി ആനന്ദതീർത്ഥനെ കാസർഗോട്ട് അനുസ്മരിക്കുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുകൂടിയായ കാർട്ടൂണിസ്റ്റ് PV കൃഷ്ണൻ അയച്ച ശബ്ദ സന്ദേശം സദസ്സിനെ കോരിത്തരിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ പത്മനാഭൻ ബ്ലാത്തൂർ മോഡറേറ്ററായിരുന്നു. സാഹിത്യവേദി പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും എരിയാൽ ഷെരീഫ് നന്ദിയും പറഞ്ഞു. CL ഹമീദ്, കുട്ട്യാനം മുഹമ്മദ് കുഞ്ഞി, ഷെരീഫ് കുരിക്കൽ, അഡ്വക്കേറ്റ് VM മുനീർ, സുധീഷ് ചട്ടഞ്ചാൽ, അഷ്റഫ് അലി ചേരങ്കൈ, TA ഷാഫി, മൂസാബി ചെർക്കള, KH മുഹമ്മദ്, റഹ്മാൻ മുട്ടത്തോടി, രവീന്ദ്രൻ പാടി, രേഖാ കൃഷ്ണൻ, എരിയാൽ അബ്ദുള്ള, സിദ്ദിഖ് പടപ്പിൽ, റഹീം ചൂരി, അബൂത്വായി, ഷാഫി തെരുവത്ത, KPS വിദ്യാനഗർ, ഡോക്ടർ MA മുംതാസ്, അഡ്വക്കേറ്റ് BF അബ്ദുൽ റഹ്മാൻ, മധു S നായർ, KM ബാലകൃഷ്ണൻ ചെർക്കള, MP ജിൽജിൽ, അഹമ്മദ് അലി കുമ്പള, യൂസഫ് ഏരിയാൽ, ഷാഫിയെ നെല്ലിക്കുന്ന്, അൻവർ TK, അബ്ദുള്ള TA, സലീം ചാല, MV സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ത്യ സഖ്യത്തിൽ നിന്നും വ്യതിചലിച്ചതിന്റെ ആഘാതമാണ് കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാൻ കാരണമായതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ EP ജയരാജൻ. CPM ചെറുവത്തൂർ ഏരിയ സമ്മേളന ഭാഗമായി ടൗണിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM ചെറുവത്തൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം നടന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് അല്ല, പഴയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നു. അതിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പുരോഗമനവാദികളുടെ ഇടതുപക്ഷ ചിന്താഗതിക്കാർ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തെറ്റായ നിലപാടുകളിൽ ശക്തരായ വിമർശനങ്ങൾ വരുന്നു. അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇടതുപക്ഷക്കാർ ഉയർത്തിയ ശക്തമായ വിമർശനങ്ങളെ ബ്രിട്ടീഷ് പോലീസിന് ചാര പോലീസിന് ചോർത്തിക്കൊടുത്തു. ഇങ്ങനെ സംസാരിക്കുന്നവരെ ബ്രിട്ടീഷ് ചാര പോലീസ് വേട്ടയാണ്.
ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം രാജഗോപാലൻ MLA, പി ജനാർദ്ദനൻ, സാബു എബ്രഹാം, വി രമേശൻ, സി പ്രഭാകരൻ, CJ സജിത്ത്, ടി നാരായണൻ, കയനി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം ചെറുവത്തൂർ കൊവ്വലിൽ നിന്നും റെഡ് വളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടന്നു. ചീമേനിയിൽ വ്യവസായ പാർക്കിന്റെ പ്രവർത്തനം വേഗത്തിൽ തുടങ്ങണമെന്ന് CPM ചെറുവത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കയ്യിൽ നിന്നും നേരത്തെ ഭൂമി ഏറ്റെടുത്ത് ചീമേനിയിൽ IT പാർക്ക് സ്ഥാപിക്കുന്നതിനായി തുടക്കം കുറിച്ചിരുന്നു. അവിടെ ചുറ്റുമതിലും കെട്ടിയിരുന്നു. ഇവിടെ അനുവദിച്ച IT പാർക്ക് പിൻവലിച്ചതോടെ വ്യവസായ പാർക്ക് എന്ന ആശയം സർക്കാർ മുന്നോട്ട് വയ്ക്കുകയായിരുന്നുവെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു. ഷൊർണൂർ കണ്ണൂർ എക്സ്പ്രസ് മംഗളൂരു വരെ നീട്ടണമെന്ന് മറ്റൊരു പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെറുവത്തൂർ ഏരിയ സെക്രട്ടറിയായി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശനിയാഴ്ച കേരളം ദർശിക്കാൻ പോകുന്നത് UDFന്റെ കരുത്തുകാട്ടുന്ന തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനം നടക്കാവ് മിഥിലാജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 മാസം അവിടെ സംഘടനാ ചുമതലയേറ്റ് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി പ്രവർത്തിച്ചപ്പോൾ മണ്ഡലത്തിൻ്റെ അവികസിതാവസ്ഥ നേരിൽ ബോധ്യപ്പെട്ടുവെന്ന് നിയാസ് പറഞ്ഞു. അത് മാറ്റിയെടുക്കുവാൻ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയായി രമ്യ ഹരിദാസ് വിജയിച്ചു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷൻകാർക്കും ജീവനക്കാർക്കും നൽകേണ്ട ക്ഷാമബത്ത പെൻഷൻ കുടിശ്ശികകൾ അനുവദിക്കാത്ത സംസ്ഥാനത്തെ LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ സംഘടിത പോരാട്ടം നടത്തുവാൻ സമയമായെന്നും KPCC ജനറൽ സെക്രട്ടറി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 3 മാസക്കാലമായി ചേലക്കരയിൽ സംഘടനാ പ്രവർത്തനം, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേതൃത്വം കൊടുക്കുവാൻ എനിക്ക് പാർട്ടി എന്നെ ചുമതലപ്പെടുത്തുകയുണ്ടായി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയട്ടെ. ഞങ്ങൾ അവിടെ പോയി 3 മാസത്തിലേറെ അവിടെ പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സംഘടനകൾ ആ യോഗങ്ങളെല്ലാം വിളിച്ചുകൂട്ടി അവരെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയതിനേക്കാൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസവും സന്തോഷവും റിസൾട്ടും കിട്ടിയത് KSSPയുടെ ആളുകളെ അവിടെ വിളിച്ച് അവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോഴാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. P കുഞ്ഞിക്കണ്ണൻ, KV വിജയൻ, KV രാഘവൻ, PC സുരേന്ദ്രൻ നായർ, P ദാമോദരൻ, V കൃഷ്ണൻ, C ദാമോദരൻ, P രത്നാകരൻ, E മോഹനൻ, M രാഘവൻ, PP കുഞ്ഞമ്പു, KM വിജയൻ, PP ബാലചന്ദ്രൻ ഗുരുക്കൾ, ഡോക്ടർ PV പുഷ്പജ, AV പത്മനാഭൻ, KM കുഞ്ഞികൃഷ്ണൻ, ചന്ദ്രൻ നാലപ്പാടം, K കുഞ്ഞികൃഷ്ണൻ, KV കുഞ്ഞികൃഷ്ണൻ, KV ദാമോദരൻ, M രവീന്ദ്രനാഥൻ പിള്ള എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പെൻഷൻകാരുടെ ശക്തി പ്രകടനവും നടന്നു. പ്രതിനിധി സമ്മേളനം KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പത്മനാഭൻ പലേരി ഉദ്ഘാടനം ചെയ്തു. E മോഹനൻ അധ്യക്ഷത വഹിച്ചു. VK രാമചന്ദ്രൻ, P നാരായണൻ അടിയോടി, EV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മടിക്കൈ കമ്മാരൻ കൂട്ടായ്മ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. മഹിളാ മോർച്ച ദേശീയ സമിതി അംഗം ML അശ്വനി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പ് മാവുങ്കാൽ വ്യാപാര ഭവനിൽ നടന്നു. മടിക്കൈ കമ്മാരൻ കൂട്ടായ്മ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മഹിളാ മോർച്ച ദേശീയ സമിതി അംഗം ML അശ്വനി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞെങ്കിൽ ഇത് എല്ലാ സ്കീംസുകളും ആൾക്കാരെ ഇടയിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ് നേരിട്ട് നമ്മള് ആൾക്കാർ കൊടുക്കുന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവർക്ക് പൊളിറ്റിക്കൽ ആയിട്ട് ഒരു ബാക്ക്വേർഡ് ഉണ്ടാവുന്ന തോന്നലുണ്ടല്ലോ. ആ ഒരു തോന്നൽ കൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് കിട്ടേണ്ട എല്ലാ സ്കീംസുകളും ഇവർ ബ്ലോക്ക് ആക്കുന്നത്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന സ്കീംസുകൾ നമുക്ക് നേരിട്ടായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ഈ മഹാരാഷ്ട്ര ഇലക്ഷൻസ് ചാർജ് ആയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് 3 മാസം അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചതാണ്. അവിടെ എത്രയോ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് നേരിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ യുവതി അവിടെ നമ്മുടെ മഹായുതി സർക്കാരാണ്. NDA അലയൻസിൽ BJP ഗവൺമെന്റ് ആണ് അവിടെ ഭരിക്കുന്നത്. ഇപ്പോ അവിടെ ലാഡ്കി ബഹൻ എന്ന് പറയുന്ന ഒരു സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. വനിതാ വിംഗ് പ്രസിഡന്റ് മിനി മേലടുക്കം അധ്യക്ഷത വഹിച്ചു.
BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് സൗത്ത്, വർക്കിംഗ് ചെയർമാൻ രവീന്ദ്രൻ മാവുങ്കാൽ, വാർഡ് അംഗങ്ങളായ സുനിത പള്ളോട്ട്, മധു പുതിയകണ്ഠം, ശ്രീദേവി രാംനഗർ, പ്രദീപൻ മാവുങ്കാൽ, ഗീത ബാബുരാജ്, പി പത്മനാഭൻ, അജിത ഉണ്ണി, ഗംഗാധരൻ ആനന്ദാശ്രമം, വസന്ത ഗംഗാധരൻ, പ്രസാദ് മിഥില എന്നിവർ സംസാരിച്ചു. വിദ്യാലക്ഷ്മി സ്വാഗതവും മിനി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. പ്രദേശത്തെ നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ കർഷകവേദി ചാളക്കടവ് പത്മശ്രീ തിലകൻ സ്മാരകം പ്രൊഫഷണൽ നാടകോത്സവം നവംബർ 23 മുതൽ 28 വരെ തീയതികളിൽ നടക്കും. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. നവംബർ 23-ന് കർഷകവേദി അംഗമായിരുന്ന P തമ്പായിയുടെ സ്മരണയ്ക്കായി കർഷക കലാവേദിയിൽ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ നിർവഹിക്കും. തുടർന്ന് നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA നിർവഹിക്കും. കർഷകവേദി പ്രസിഡന്റ് P പ്രഭാകരൻ അധ്യക്ഷനാവും. സാഹിത്യകാരൻ KN പ്രശാന്ത് മുഖ്യാതിഥിയായി പങ്കെടുക്കും. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C പ്രഭാകരൻ, മടിക്കൈ ലോക്കൽ സെക്രട്ടറി പ്രഭാകരൻ കാഞ്ഞിരക്കാൽ തുടങ്ങിയവർ സംബന്ധിക്കും. അതുപോലെ നമ്മുടെ ജില്ലയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് മഹിളാ നേതാവ് P തമ്പായിയുടെ സ്മരണയ്ക്ക് കലാവേദി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 23 വൈകുന്നേരം 6 മണിക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ഉദ്ഘാടനം. ഓരോ ദിവസങ്ങളിലും വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങൾ നാടകോത്സവത്തിന് മുമ്പായി അരമണിക്കൂർ നമ്മുടെ സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ ഓരോ ദിവസങ്ങളിൽ അതിന്റെ വിവരം. സെക്രട്ടറി P രാജു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സന്തോഷ് നന്ദിയും പറയും. തുടർന്ന് 7 മണിക്ക് കലാവേദി പ്രവർത്തകർ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ അരങ്ങേറും. 24-ന് ശ്രീബാല തിരുവനന്തപുരം യാനം, 25-ന് കോഴിക്കോട് രംഗമിത്ര മഴവില്ല്, 26-ന് കൊട്ടാരക്കര ആശ്രയ കനൽക്കാറ്റ്, 27-ന് വടകര വരദ അമ്മ മഴക്കാറ്, 28-ന് തിരുവനന്തപുരം സംഘകേളി ലക്ഷ്മണരേഖ എന്നീ നാടകങ്ങൾ അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രഭാകരൻ പുലിക്കോടൻ, P രാജു, സന്തോഷ് കുമാർ, P ലിനേഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം പാട്ടുത്സവത്തിന്റെ ഭാഗമായി കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കലാകാരികൾ അവതരിപ്പിച്ച തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവ ഉത്സവാഘോഷത്തിന് മാറ്റുകൂട്ടി. കർണാടകയിലെ സോമേശ്വരം മുതൽ കേരളത്തിലെ ഏഴിമല വരെയുള്ള മേഖലകളിൽ കടലോരത്തും പുഴയോരത്തുമായി താമസിച്ചു വരുന്ന മുഗയ സമുദായത്തിന്റെ ആരാധനാ കേന്ദ്രമാണ് മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് പാട്ടുമഹോത്സവം. പാട്ടുത്സവത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കലാകാരികൾ അവതരിപ്പിച്ച തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവ ഉത്സവാഘോഷത്തിന് മാറ്റുകൂട്ടി. അമ്മമാരും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച തിരുവാതിര ശ്രദ്ധേയമായി. 16 സ്ത്രീകൾ ചേർന്ന് അവതരിപ്പിച്ച കൈകൊട്ടിക്കളിക്കും നിറഞ്ഞ കയ്യടികളാണ് ലഭിച്ചത്. നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് ഉത്സവാഘോഷത്തിൽ പങ്കെടുക്കുവാനായി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ സ്കൂൾ തല കായികമേളയും കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു. പൊൽസ് 2024 എന്ന പേരിൽ നടന്ന കലാമത്സരങ്ങൾ സ്കൂൾ PTA പ്രസിഡന്റ് പ്രകാശൻ NB ഉദ്ഘാടനം ചെയ്തു. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ സ്കൂൾ തല കായികമേളയും പൊൽസ് 2024 എന്ന പേരിൽ കലോത്സവവും സംഘടിപ്പിച്ചു. കലോത്സവം സ്കൂൾ PTA പ്രസിഡന്റ് പ്രകാശൻ NB ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സർഗവാസന അവതരിക്കാൻ പറ്റിയ ഒരു വേദിയാണ്. ഈ വേദി നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തും. ഇതിലൂടെ നമ്മൾ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ നമുക്ക് ഇനി മേലോട്ടുള്ള പരിപാടി നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി മുന്നേറാൻ സാധിക്കും. ഞാനും
ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. പൂരം എനിക്കൊന്ന് കാണണം കാന്ത, പൂരം എനിക്കൊന്ന് കൂടണം കാന്ത, തിമില എനിക്കൊന്ന് കാണണം കാന്ത, തിമില എനിക്കൊന്ന് കൊട്ടണം കാന്ത, വെടിക്കെട്ടി എനിക്കൊന്ന് കാണണം കാന്ത. സ്കൂൾ സൂപ്രണ്ട് അനീഷ് എ പി അധ്യക്ഷത വഹിച്ചു. മദർ PTA പ്രസിഡന്റ് സഫിയത്ത് കെ എ, വർക്ക്ഷോപ്പ് ഫോർമാൻ നിജീഷ് VS, സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ഷിജു C എന്നിവർ സംസാരിച്ചു. ആർട്സ് കൺവീനർ പ്രമോദ് കെ സ്വാഗതവും PTA സെക്രട്ടറി ഹസൈനാർ A നന്ദിയും പറഞ്ഞു. സ്കൂൾ തല കലാമത്സരങ്ങളിൽ വിജയികളായ 30ഓളം കുട്ടികൾക്ക് തിരുവനന്തപുരം കൊളത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ച് ജനുവരി 16, 17, 18 തീയതികളിൽ നടക്കുന്ന സംസ്ഥാനതല ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. കായികമേളയിൽ വിജയിച്ച കുട്ടികൾ പാലയിൽ നടക്കുന്ന 40ാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിലും പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ മാതൃകാ പച്ചത്തുരുത്ത് ഹരിത കലാലയം പ്രഖ്യാപന പരിപാടി നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ ശുചിത്വബോധമുള്ള പൗരന്മാരാകണമെന്ന് MLA പറഞ്ഞു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ മാതൃകാ പച്ചത്തുരുത്ത് ഹരിത കലാലയം പ്രഖ്യാപന പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ശുചിത്വബോധം വിദ്യാർത്ഥിക്കാലം മുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്നും നമ്മുടെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണെന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് MLA മാതൃകാ പച്ചത്തുരുത്ത് പ്രഖ്യാപനവും നടത്തി. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഹരിത കലാലയം പ്രഖ്യാപനം നടത്തി. ശ്രമകരമായി നേടിയെടുത്ത ഹരിത കലാലയം പദവിക്കായി ക്യാമ്പസിലൊരുക്കിയ സജ്ജീകരണങ്ങളും പച്ചത്തുരുത്തുമെല്ലാം പരിപാലിക്കുന്നതിനും തുടർന്നു കൊണ്ടുപോകുന്നതിനും വിദ്യാർത്ഥികളും അധ്യാപകരും മുന്നിൽ നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മുടെ കോളേജസ് എല്ലാം ആൾറെഡി ഒരു നല്ല ഗ്രേറ്റ് ക്യാമ്പസുകളാണ്. ഇപ്പോൾ കാസർഗോഡ് കോളേജ് എടുത്താൽ നമുക്കറിയാം, ഒരു നേരത്തെ തന്നെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നല്ല ഒരു ഗ്രേറ്റ് ക്യാമ്പസ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രഖ്യാപനം നടത്തുന്നത്. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ VS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ, വൈസ് പ്രിൻസിപ്പാൾ PV മിനി, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ A നീലാംബരൻ, PTA പ്രസിഡന്റ് A പ്രേംജിത്ത്, ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ EJ ജോസുകുട്ടി, ബയോഡൈവേഴ്സിറ്റി ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ P ബിജു, കോളേജ് യൂണിയൻ ചെയർമാൻ ഗസ്വാൻ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ആസിഫ് ഇക്ബാൽ സ്വാഗതവും NCC ഓഫീസർ ഡോക്ടർ K ലക്ഷ്മി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയയുമായി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രി. ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അധികാരികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ശസ്ത്രക്രിയകൾ ഒഴിവാക്കേണ്ടി വരുന്നവർക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയയുമായി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രി. ഈ പദ്ധതിയിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് അധികാരികൾ അറിയിച്ചു. ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെ മെഡിക്കൽ ഡയറക്ടറും ചീഫ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക എന്നും അധികാരികൾ കൂട്ടിച്ചേർത്തു. കൂടുതൽ വിവരങ്ങൾക്കായി 7025767676 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തീരെ പാവപ്പെട്ടവരാണ്, BPL കാർഡുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രൊസീജിയർ ചാർജ് മുഴുവനായിട്ട് ഒഴിവാക്കാൻ ഇവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാവരും തയ്യാറാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്കറിയാം, പല ഗവൺമെൻറ് ഹോസ്പിറ്റലിലും രോഗികൾ ഡേറ്റ് കിട്ടാൻ ക്യൂ നിൽക്കുകയായിരിക്കും. ഇപ്പോൾ ഒരു സർജറിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സർജറി ഉണ്ട്, അത് ചെയ്യണം, എന്നാലോ അതിനൊരു മേബി 1 മാസം 2 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പലയിടത്തും ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. ചില പ്രത്യേക സർജറീസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാതെ രോഗികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൽ പാവപ്പെട്ട രോഗികളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഡോക്ടേഴ്സിൻ്റെ ചാർജ് ഒഴിവാക്കാൻ അവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാവരും റെഡിയാണെന്ന് ഞാനിവിടെ അറിയിക്കുകയാണ്. കിംസ് കേരള ക്ലസ്റ്റർ ഡയറക്ടർ ആൻഡ് CEO ഫർഹാൻ യാസിൻ, അസിസ്റ്റന്റ് മെഡിക്കൽ ഡയറക്ടർ, കൺസൾട്ടന്റ് നെഫ്രോളജി ആൻഡ് റെനൽ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ഡോക്ടർ ടോം ജോസ് കാക്കനാട്ട്, കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രി യൂണിറ്റ് ഹെഡ് ഡോക്ടർ ദിൽഷാദ് TP, ഡെപ്യൂട്ടി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മഹേഷ് ഭട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവുമായി കാസർഗോഡ് ഡയാലൈഫ് കിഡ്നി ഹോസ്പിറ്റൽ. ഡയാലൈഫ് ആശുപത്രിയിൽ ഞായറാഴ്ചയാണ് മെഗാ ഇന്റർവ്യൂ. 100-ലധികം ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ഡയാലൈഫ് കിഡ്നി ഹോസ്പിറ്റലിനെ സമ്പൂർണ്ണ പ്രമേഹ വൃക്കരോഗ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ ഭാഗമായി മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. 100-ലധികം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നവംബർ 24 രാവിലെ 10 മണിക്ക് മെഗാ ഇന്റർവ്യൂ പുലിക്കുന്നിലെ നഗരസഭാ ടൗൺ ഹാളിന് സമീപമുള്ള ഡയാലൈഫ് ആശുപത്രിയിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നഴ്സുമാർ, ഫാർമസിസ്റ്റുകൾ, ലാബ് ടെക്നീഷ്യന്മാർ, ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫ്, ഡയറ്റീഷ്യന്മാർ, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ എന്നിവരുടെ ഒഴിവുകളിലേക്കാണ് നിയമനം. താൽപ്പര്യമുള്ളവർക്ക് hrdialifehospital@gmail.com എന്ന ഇമെയിലിലേക്കോ 8848882997 എന്ന വാട്സാപ്പ് നമ്പറിലേക്കോ ബയോഡേറ്റ അയക്കാമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. പ്രമേഹം അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങളെ കാരണം കൊണ്ടുണ്ടാകുന്ന രോഗികളുടെയും ജീവിതത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കാസർഗോഡ് ആരോഗ്യരംഗത്ത് ഒരു പുതിയ അധ്യായം രചിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഡയാലൈഫ് ഹോസ്പിറ്റൽ. ഡയാലൈഫിൻ്റെ പുതിയ സംരംഭമായ ഡയാലൈഫ് ഡയബറ്റീസ് ആൻഡ് കിഡ്നി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കൂടുതൽ സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രമേഹ വൃക്കരോഗ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ഉടൻ നടക്കാനിരിക്കുകയാണ്. നവംബർ 24, 2024 രാവിലെ 10 മണിക്ക് ഞായറാഴ്ച ഒരു മെഗാ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് ഇൻ്റർവ്യൂ കാസർഗോഡ് പുലിക്കുന്നിലെ നഗരസഭ ടൗൺ ഹാളിന് സമീപമുള്ള ഡയാലൈഫ് ആശുപത്രിയിലും വെച്ച് നടക്കാൻ പോവുകയാണ്. മാനേജിംഗ് പാർട്ട്ണർമാരായ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി ഐക്കെ, ഡോക്ടർ മൊയ്തീൻ നഫ്സീർ പാദൂർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് മൻസൂർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ആലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത് സ്കൂളിൽ വിതരണം ചെയ്ത പാലിൽ നിന്നെന്ന് നിഗമനം. ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. ആംബുലൻസിന് വഴി നൽകാതെ കാർ. കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിനാണ് ദുരനുഭവമുണ്ടായത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജന നടപടി രാഷ്ട്രീയ ചർച്ചയാകുന്നു. പുതിയ വിഭജനം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമുണ്ടാക്കിയേക്കും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ AKPA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. സാഹിത്യകാരൻ അംബികാസുധൻ മങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ KBEF BEFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പണിമുടക്കി. കാസർഗോഡ് CPCക്ക് മുന്നിൽ പ്രകടനവും നടത്തി. കാസർഗോഡ് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവ ഒരുക്കം. ഹരിതമേളയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.